നിരാശയുടെയും പ്രതീക്ഷയുടെയും സന്തോഷത്തിന്റെയും രാത്രികളാണ് കടന്നുപോയത്. ജൂൺ 11 ഫിഫ ആരംഭിച്ചു. ജൂലൈ 19 ഫിഫ അവസാനിക്കുന്നു. നിരാശയോടെ മടങ്ങിയ ടീം, പ്രതീക്ഷയോടെ മുന്നേറിയ ടീം, അങ്ങനെ ഫിഫ ഫൈനലിൽ എത്തി നിൽക്കുന്നു. ഇതുവരെയുള്ള മത്സരങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് നമുക്കറിഞ്ഞാലോ? വരും. ഇപ്രാവശ്യത്തെ ഫിഫ ലോകകപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു മത്സരങ്ങളൊക്കെ? ഫുട്ബോളിനോട് നമുക്കൊരു മുഹബത്ത് ഉണ്ട്. നമ്മളെ മലബാറിലെ എല്ലാവരോടും ഉള്ളൊരു സംഭവമാണ്. പക്ഷെ ഈ അടുത്ത് നടന്ന ഈ ഈജിപ്ത് അർജന്റീനയുടെ കളി, അതിനുശേഷം വന്ന അർജന്റീനയുടെ കളി, ഈ റഫറിങ്ങിലുള്ള കഴിവ് ഫുട്ബോളിനോട് തന്നെ ഒരു ചർച്ച. ത്രില്ലടിപ്പിച്ച ഏതെങ്കിലും കളി ഏതാ? ത്രില്ലടിപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനലിൽ അർജന്റീന കപ്പടിച്ചില്ലേ ഫ്രാൻസിന്റെ ഒപ്പരോ. അതിനുശേഷം ഇപ്പോൾ ഈ ഈജിപ്തിന്റെ മത്സരം, അതൊക്കെ നല്ല ത്രില്ലടിപ്പിച്ച മത്സരം തന്നെയാണ്. ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് ഉണ്ട്. ആ കേബർദന്റെ ഒക്കെ കളി എന്താണ്, തള്ളിക്കളഞ്ഞ ആൾക്കാരാണ്. ഒരു കുതിച്ചുയർന്നു വന്നല്ലോ. ഞാനൊക്കെ ആദ്യമായിട്ട് കേൾക്കാം രാജ്യത്തിന്റെ പേര്. വളരെ നല്ലൊരു കളിയാണ്. ഇപ്രാവശ്യത്തെ ലോകകപ്പ് എങ്ങനെയുണ്ടായിരുന്നു? പ്രതീക്ഷിച്ചാലും മികച്ചതാണ് തോന്നുന്നുണ്ടോ? സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഈ പ്രാവശ്യം 48 ടീമുള്ളതുകൊണ്ട് നമ്മൾ കരുതി കളികളൊന്നും നന്നാവില്ലാണ്. പക്ഷേ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടോട് കൂടി കളികൾ ആകെ മാറി. എന്താ പറയുക, ഞാൻ ഒരു അർജൻറ്റീന ഫാൻസാണ്. പക്ഷേ അർജൻറ്റീനയുടെ ലാസ്റ്റുള്ള 4 മാച്ചും ടെൻഷൻ അടുപ്പിച്ചിട്ടാണ് കണ്ടത്. ഇപ്പോൾ ലാസ്റ്റ് സെമി ഫൈനൽ പോലും വളരെ ത്രില്ലിംഗ് ആയിരുന്നു, വളരെ അടിപൊളിയായിരുന്നു. നമുക്കറിയാം അർജൻറ്റീന ജയിക്കുന്നത്, ഞാൻ ഫാൻസാണ്, അർജൻറ്റീന ജയിക്കുന്നത് അറിയാം. പക്ഷേ എന്നാലും ഞങ്ങളൊക്കെ ത്രില്ലടിച്ചിട്ട്, ഞാനെന്നല്ല നമ്മുടെ ഫുട്ബോൾ പ്രേമികൾ മൊത്തം ത്രില്ലടിച്ച് കണ്ട ഒരു വേൾഡ് കപ്പാണ് ഇത്. ഒരു താരത്തിന് മാത്രം തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ഏത് താരത്തിന് തിരഞ്ഞെടുക്കും? മെസ്സി, അതിന് തർക്കമില്ലല്ലോ. ഇപ്രാവശ്യത്തെ ലോകകപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? പ്രതീക്ഷിച്ചാലും മികച്ചതായിരുന്നു? അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അടിപൊളി കളിയായിരുന്നു. പ്രതീക്ഷയിലും മികച്ച മികവ് വരുത്തി മെസ്സി. നല്ല സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. ഇതുവരെ കണ്ടതിൽ ത്രില്ലടിപ്പിച്ച കളി ഏതായിരുന്നു? ഇംഗ്ലണ്ട് അർജന്റീന. ഇപ്പൊ റഫറിയുടെ തീരുമാനങ്ങളിൽ ഏതെങ്കിലും ദേഷ്യം വന്നൊരു തീരുമാനം അങ്ങനെയതാ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. നല്ല തീരുമാനങ്ങളായിരുന്നു റഫറിന്റെ. ഇതുവരെയുള്ള ടൂർണമെന്റിൽ ഒരു കളിക്കാരനെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ആരെ തിരഞ്ഞെടുക്കും? മെസ്സി. ഇപ്പൊ സ്പെയിനോ അർജന്റീനയോ ഇനിയിപ്പോ ഫൈനലിൽ വരികയാണല്ലോ, അതിനെ കുറിച്ച് എന്താണ്? ഒന്നും പറയാനില്ല. അത് വൺ സൈഡ് ഷോ ആയിരിക്കും. അർജന്റീനയുടെ തകർപ്പൻ പ്രകടനമായിരിക്കും. കപ്പ് അർജന്റീന അടിക്കും. ഫിഫ എങ്ങനെയാ? പ്രതീക്ഷിച്ചാലും അടിപൊളിയായിരുന്നു? പ്രതീക്ഷയിലും അടിപൊളിയായിരുന്നു. അർജന്റീനയുടെ കളി ത്രില്ലടിപ്പിച്ച കളി ഏതാ? അർജന്റീനയും ഈജിപ്തും, പിന്നെ അർജന്റീനയും ഇംഗ്ലണ്ടും. റഫറിയുടെ തീരുമാനങ്ങളിൽ ദേഷ്യം പിടിച്ചൊരു തീരുമാനം അതെങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പൊ പുറത്ത് ഒരുപാട് ടീം പോയിട്ടുണ്ട്. അതിലൊരാളെ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞാൽ ഏത് ടീമിനെ കൊണ്ടുവരും? അത് ഇംഗ്ലണ്ടാണ്. അതെ. അപ്പോ വരാൻ പോകുന്ന ഫൈനല് ആരാണ്? അർജന്റീന എന്നാണോ? അതെ, അർജന്റീന. അതെ. അപ്പോൾ ഒരു ടീം മാത്രം തിരിച്ചു കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുക. അപ്പൊ ബ്രസീൽ അല്ലാതെ, ബ്രസീൽ പുറത്തു പോയി അതിന് പുറമെ ഒരാളെ കൊണ്ടുവരണം വിചാരിക്കുക, ഏത് ടീമിനെ കൊണ്ടുവരും? ഫ്രാൻസ്. ആരാധകരെല്ലാം തന്നെ വളരെ ആകാംക്ഷയിലാണ്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ആരായിരിക്കും ഫിഫ ലോകകപ്പ് സ്വന്തമാക്കുക എന്ന് നമുക്ക് കണ്ടറിയാം. വെയിറ്റ് ആൻഡ് സീ. ക്യാമറ പേഴ്സൺ സിധുവിനൊപ്പം റിപ്പോർട്ടർ അശ്വിനി. Shopping Weddings, the bridal legacy.